ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞത് കേട്ടോ. നിലവിൽ നമ്മളിപ്പോൾ ചെയ്യണ കിലോമീറ്റർ 62,019 കിലോമീറ്ററാണ് നമ്മളിപ്പോൾ സർവീസ് ചെയ്യണേ. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ബ്രേക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് മാത്രമാണ് നമുക്ക് ഫീൽ ചെയ്തത്. അതായത് ബ്രേക്ക് പിടിച്ച് വണ്ടി നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കുമ്പോൾ ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണം, പക്ഷേ അതിൻ്റെ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ലൈനർ മാറ്റിയിടണം. അതേപോലെ ഈ ബ്രേക്കിൻ്റെ കേബിളും ഔട്ടർ വലിഞ്ഞേക്കാം. ബ്രേക്ക് പിടിച്ച് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പില്ലാത്തൊരവസ്ഥയിലേക്കാണ് കേബിൾ നിൽക്കുക. അതുകൊണ്ടാണ് ആ ബ്രേക്ക് ക്ലിയർ ആവാത്തത്. അപ്പോൾ നമുക്ക് ആ ബ്രേക്കിൻ്റെ കേബിളും ഈ ലൈനർ മാറ്റിയിട്ട് ആ ബ്രേക്കിൻ്റെ സോക്കി ആയിക്കോളും. പിന്നെ ഗിയർ ബോക്സിൽ വന്ന ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ് കിടക്കണേ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് ഇതുമ്പോൾ ഉള്ളത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് നമുക്ക് കിടക്കണേ. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസിങ്ങിനായിട്ട് അഴിച്ചാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഓരോ പാർട്സ് നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവും തമ്മിൽ നോക്കുമ്പോൾ ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്, നമുക്ക് ഈ ഒരു സർവീസും കൂടി അങ്ങനെ യൂസ് ചെയ്യാം. അത് കുറേ കൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു സൗണ്ട് വ്യത്യാസത്തോടു കൂടിയാണ് വരാം. അപ്പോൾ അത് നമുക്ക് ആ കംപ്ലയിൻറ്റ് വന്ന സമയത്ത് മാറ്റിയിട്ടാൽ മതി. പിന്നെ ഈ വന്ന വി ബുഷ്, അതായത് പീ സെറ്റ് സ്ലൈഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു ഐറ്റം കൂടി മാറ്റിയിടണം കേട്ടോ. കാരണം ഞാൻ അതിൻ്റെ ശരിക്കും അതിൻ്റെ ഒരു ഫ്രീ പ്ലേയുടെ ഒരു അടി കാണിക്കുന്നുണ്ട് അതിനകത്ത്. പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ഔട്ടറൊക്കെ ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ഉപയോഗം അനുസരിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ബെൽറ്റ് മാറ്റി കളയാനാണ് ബെറ്റർ. കാരണം ഈ സൈഡൊക്കെ ചെറിയ പൊട്ടൽ കൂടുതലായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഓട്ടം ഉണ്ടെങ്കിൽ മാറ്റി കളയാം. ഇനി അതല്ല ചെറിയ ചെറിയ ഓട്ടമുള്ളൂ, നമുക്കിവിടെ ലോക്കലായിട്ട് കിടന്ന് ഓടണുള്ളൂ എന്നുണ്ടെങ്കിൽ തൽക്കാലം വേണമെങ്കിൽ ഇതിങ്ങനെയിട്ട് ഓടിക്കാം. എപ്പോഴും നമുക്ക് നല്ലത് ഈ ബെൽറ്റിൻ്റെ ക്രാക്ക് പൊട്ടൽ തുടങ്ങി കഴിഞ്ഞാൽ കൈയോടെ അത് മാറ്റി കളയാനാണ് ബെറ്റർ. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് ഇങ്ങനത്തെ പൊട്ടൽ വന്ന വണ്ടികളും കിടന്ന് ഓടാറുണ്ട്. അതുകൊണ്ടാണ് തൽക്കാലം വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ ദിവസം. പക്ഷേ 100% നമുക്കത് എപ്പോൾ പൊട്ടിപ്പോകുമെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും നല്ലത് നമ്മൾ മാറ്റി കളയണതായിരിക്കും. ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. മാറ്റണമെങ്കിൽ കൂട്ടത്തിൽ മാറ്റി വിടാം, എസ്റ്റിമേറ്റും പ്രകാരം മാറ്റാം. അതല്ലെങ്കിൽ തൽക്കാലം വേണമെങ്കിൽ അടുത്ത സർവീസ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു. വേറെ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തായാലും വേറെ ഓവർഫ്ലോറിൻ്റെ കംപ്ലയിൻറ്റ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. നിലവിൽ കാർബറേറ്റർ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഒന്നും വരുന്നില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അഴിച്ചാൽ മതി, അതാണ് നല്ലത് കേട്ടോ. ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രണ്ട് വീലിൻ്റെ ബുഷുകൾ, ലിങ്ക് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചതാണ്. വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ അതിൽ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കി എടുക്കാം. ഫ്രണ്ടിലത്തെ ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിനകത്തായാലും അത്യാവശ്യം ലൈനർ പറഞ്ഞിട്ട് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ്, ആംറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് 4 ആമ്പിയർ ബാറ്ററി. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കിയായിരുന്നു. 13.15 റേഞ്ച് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരല്പം വോൾട്ട് വേരിയേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ നമുക്കിപ്പോൾ അത് കിടന്ന് ഓടണേണ്ട കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ യൂസ് ചെയ്യാം. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. വലിയ പഴക്കമായിട്ടില്ല. എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ കൂട്ടത്തിൽ കൂടെ മാറ്റിയേക്കണതാണ് ഈ പ്ലഗും ഈ സെക്കൻഡറി ഫിൽറ്ററും. അത് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാം. നമുക്ക് ഓരോ 10,000 കിലോമീറ്ററിലാണ് പ്ലഗും എയർ ഫിൽറ്ററും മാറ്റിയിട്ട് വരിക. അത് കിലോമീറ്ററായിട്ട് മാറ്റിയാൽ മതി. തൽക്കാലം ഇപ്പോൾ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. ഞാൻ ഓയിൽ നോക്കുമ്പോൾ വണ്ടിയിൽ ഓയിൽ ലെവൽ വളരെ കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ. ശരിക്കും നമുക്കൊരു 500 മില്ലി, അതായത് 800 മില്ലി ഓയിലാണ് നമുക്ക് വേണ്ടത്. ഒരു 300 മില്ലി നിലവിൽ കുറവാണ്. തന്നെയല്ല അത് ഈ ഒരു അവസ്ഥയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിലും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടാം. ഏകദേശം 300 മില്ലി ഓയിൽ കുറവുള്ളത് കൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഓയിൽ മാറ്റിയതിന് ശേഷം ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് കയറ്റിയിട്ട് ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കണം. ലെവൽ കാര്യമായിട്ട് വേരിയേഷൻസിൽ കുറയുന്നുണ്ടോ എന്നുള്ള കേസ് കേട്ടോ. അതുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിനെ പറ്റിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കി അതനുസരിച്ച് ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മളിപ്പോൾ ഒരുപാട് വൈകിട്ടുണ്ട് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ കുറഞ്ഞതായിരിക്കാനാണ് സാധ്യത. എന്നാലും ഒന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. ഓയിൽ മാറ്റിയതിന് ശേഷം ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് കയറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളും. കുറവുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്താൽ മതി, നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ അത്യാവശ്യം വേണ്ട ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതിനകത്ത് നമ്മൾ മാറ്റുന്ന ഐറ്റംസ് എഞ്ചിൻ ഓയിൽ, ഓയിൽ ബോൾട്ടിൻ്റെ വാഷ്, ഓറിങ് മാറ്റുന്നുണ്ട്.
പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ, ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിടുന്നുണ്ട്. ആ പീസെറ്റ് സ്ലൈഡ് തുടങ്ങുന്നത് ഈ ഒരു വി ബുഷ് മാറ്റി ഇടുന്നുണ്ട്. ബെൽറ്റും കൂടി ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോണം കേട്ടോ, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ.